നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷദം എജ്യൂടെക്. 10th പ്രിലിംസ് അടുത്ത ഘട്ടങ്ങളിൽ പരീക്ഷയുള്ളവർ നോക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. എല്ലാം PSC റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എന്തായാലും പരീക്ഷാ ഹാളിൽ നിങ്ങൾ ഈ ചോദ്യങ്ങൾ ഓർത്ത് ഉത്തരത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. ശ്രദ്ധിച്ച് കേൾക്കുക, നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്യണേ. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: കേരളത്തിന്റെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കേരളത്തിന്റെ തീരപ്രദേശം മലബാർ തീര സമതലം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മലബാർ തീര സമതലം. ലഗൂണുകൾ കാണപ്പെടുന്ന തീരപ്രദേശം ഏതാണ്? മലബാർ തീരമാണ്. മലബാർ തീരം. പടിഞ്ഞാറൻ തീരപ്രദേശത്തിന്റെ തെക്കുഭാഗം അറിയപ്പെടുന്ന പേരാണ് മലബാർ തീരം. പടിഞ്ഞാറൻ തീരപ്രദേശത്തിന്റെ തെക്കുഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? മലബാർ തീരം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഇന്ത്യയുടെ തീര സമതലങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം: പടിഞ്ഞാറൻ തീര സമതലം എന്നും കിഴക്കൻ തീര സമതലം എന്നും. ഈ പടിഞ്ഞാറൻ തീര സമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. കിഴക്കൻ തീര സമതലം ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് എവിടെയാണ്? കിഴക്കൻ തീര സമതലം. കിഴക്കൻ തീര സമതലത്തിന്റെ മറ്റൊരു പേരാണ് പൂർവ്വ തീര സമതലം. ഈ പടിഞ്ഞാറൻ തീര സമതലത്തിന്റെ മറ്റൊരു പേരാണ് പശ്ചിമ തീര സമതലം. ഈ പശ്ചിമ തീര സമതലം കേരളമൊക്കെ ഉൾപ്പെടുന്നത് പശ്ചിമ തീര സമതലത്താണ്. ഇന്ത്യയുടെ ഈ ഭാഗത്തിലെ കേരളമൊക്കെ ഉൾപ്പെടുന്നത്. അപ്പൊ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് എവിടെയാണ്? പശ്ചിമ തീര സമതലത്താണ്. ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് കിഴക്കൻ തീര സമതലത്താണ്. ഇനി പശ്ചിമ തീര സമതലത്തിൽ താരതമ്യേന വീതി കുറവാണ്. ഇവിടെയാണെങ്കിലോ താരതമ്യേന വീതി കൂടുതലാണ്. പശ്ചിമ തീര സമതലത്തിൽ ഉൾപ്പെടുന്നത് ഗുജറാത്ത് തീര സമതലം, കൊങ്കൺ തീര സമതലം, മലബാർ തീര സമതലം എന്നിങ്ങനെയാണ്. അപ്പോൾ പശ്ചിമ തീര സമതലത്തെ എത്രയായിട്ട് തരംതിരിക്കാം? ഗുജറാത്ത് തീര സമതലം എന്നും കൊങ്കൺ തീര സമതലം എന്നും മലബാർ തീര സമതലം എന്നും തരംതിരിക്കാം. ഇനി കിഴക്കൻ തീര സമതലം അല്ലെങ്കിൽ പൂർവ്വ തീര സമതലത്തെ എത്രയായിട്ട് തരംതിരിക്കാം? കോറമണ്ടൽ തീര സമതലം, വടക്കൻ സിർക്കാസ് എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഓക്കെ, ഇനി PSCയുടെ ഒരു 10 പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യം പിടിച്ചോളൂ. കൂനൻ കുരിശ് സത്യം നടന്ന വർഷം 1653. 1653 കൂനൻ കുരിശ് സത്യം നടന്നത്. അരുവിപ്പുറം വിപ്ലവം എന്ന പേരിൽ പ്രശസ്തമായ സംഭവം നടന്നു. അതെന്താ സംഭവം? ശ്രീനാരായണ ഗുരുവിന്റെ ശിവലിംഗ പ്രതിഷ്ഠയാണ് അരുവിപ്പുറം വിപ്ലവം. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസമാണ് നീണ്ടുനിന്നത്? 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത്. ഹർഷദം എജ്യൂടെക് ആപ്പിൽ ഇന്നു മുതൽ റിപ്പബ്ലിക് ഡേ ഓഫർ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ആപ്പിലെ എല്ലാ കോഴ്സിനും ഓഫർ ഉണ്ട്. 10% ഓഫർ, 10% ഡിസ്കൗണ്ട് എല്ലാ കോഴ്സിനും കിട്ടുന്നതായിരിക്കും. അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫയർമാൻ, ജനറൽ PSC, 10th പ്രിലിംസ്, 10th മെയിൻസ്, കമ്പനി LGS, ബെക്കോ LD, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് മുതലായ കോഴ്സുകളിലേക്കൊക്കെ അഡ്മിഷൻ ഓപ്പൺ ആണ്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഈ വർഷം നടക്കാനിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസാണ് അസിസ്റ്റന്റ് സെയിൽസ്മാന്. 10 മാസം വാലിഡിറ്റി ഉണ്ടായിരിക്കും. എല്ലാ കോഴ്സുകളിലും ഫുൾ സിലബസ് കവറേജ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പുതിയ SCRT, പഴയ SCRT, ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, ഹർഷദം സ്പെഷ്യൽ ഷുവർ ഷോട്ട് GK ഇവയൊക്കെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, പിന്നെ ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്ട്ലി ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. എല്ലാ കോഴ്സിനും വളരെ തുച്ഛമായിട്ടുള്ള ഫീസാണ്. അതിനോടൊപ്പം ഇപ്പോൾ റിപ്പബ്ലിക് ഡേ ഓഫർ എന്നോണം 10% ഡിസ്കൗണ്ടും എല്ലാ കോഴ്സുകൾക്കും കിട്ടുന്നതായിരിക്കും. ഈ ഒരു ഓഫർ ജനുവരി 26 രാത്രി 12 മണി വരെ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്തോളാം. നിങ്ങളുടെ അഡ്മിഷൻ, നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാം. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ കൂടി അവർക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിൽ ബേസ് ലെവലിലാണ് ക്ലാസ്സുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഓരോ പോർഷൻസും പഠിച്ചെടുക്കാവുന്ന രീതിയിലാണ് എല്ലാ ക്ലാസ്സും ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹർഷദം എജ്യൂടെക് ആപ്പിലാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷദം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഓഫറും അവൈലബിൾ ആണ്. ഈ ഒരു അവസരം നിങ്ങൾ പാഴാക്കരുത്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത്? പെരിയാറാണ് കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത്. അപ്പൊ നദികളും പ്രാചീന നാമങ്ങളും ഒന്ന് നോക്കിയാലോ. കേരളത്തിന്റെ ജീവരേഖ പെരിയാർ. ചൂർണി എന്ന പേരിൽ അറിയപ്പെടുന്നതും പെരിയാറാണ്. ചൂർണി എന്നും പൂർണ്ണ എന്നും അറിയപ്പെടുന്നത് പെരിയാറാണ്. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ഏതാണ്? ചാലിയാർ. ചാലിയാറാണ് ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത്. നിള എന്നറിയപ്പെടുന്നതും പേരാർ എന്നറിയപ്പെടുന്നതും ഏത് നദി?
നദിയാണ്? ഭാരതപ്പുഴയാണ്, ഭാരതപ്പുഴ. മഞ്ഞ നദി, കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. തലയാർ എന്നറിയപ്പെടുന്നത് പാമ്പാറാണ്. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പ. ബാരിസ് എന്നറിയപ്പെടുന്നത് പമ്പ. അപ്പൊ 10ൽ കൂടുതൽ ചോദ്യങ്ങളായി. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അരുവിപ്പുറം വിപ്ലവം എന്ന പേരിൽ പ്രശസ്തമായ സംഭവം നടന്നു. അതെന്താ? ശ്രീനാരായണ ഗുരുവിന്റെ ശിവലിംഗ പ്രതിഷ്ഠയാണ്. കൂനൻ കുരിശ് സത്യം നടന്ന വർഷം 1653. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാറാണ്. പൂർണ്ണ എന്നും ചൂർണി എന്നും അറിയപ്പെടുന്ന നദി ഏതാണ്? പെരിയാറാണ്. നിള എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ. കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ. തലയാർ എന്നറിയപ്പെടുന്നത് പാമ്പാറാണ്. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ചാലിയാർ. ബാരിസ് എന്നും ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പയാണെന്ന് ഓർക്കുക, പമ്പ. ഇനി പയസ്വിനി പുഴ എന്നറിയപ്പെടുന്നത് ഏതാ? ചന്ദ്രഗിരി പുഴയാണ് പയസ്വിനി പുഴ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കാം. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ഏത്? ലക്ഷദ്വീപ്. ലക്ഷദ്വീപാണ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം, ലക്ഷദ്വീപ്. ലക്ഷദ്വീപില് ആകെ എത്ര ദ്വീപ സമൂഹങ്ങളാണുള്ളത്? 36 ദ്വീപ സമൂഹങ്ങളാണ് ലക്ഷദ്വീപിൽ ഉള്ളത്. അവയിൽ ജനവാസം ഉള്ളവ എത്ര എണ്ണം? 11 എണ്ണത്തിലാണ് ജനവാസമുള്ളത്. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തി. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തി. ലക്ഷദ്വീപ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹമാണ്. ഇനി ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ഏതാ? ആൻഡമാൻ നിക്കോബാർ. ആൻഡമാൻ നിക്കോബാർ. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതം കാണപ്പെടുന്നത് ബാരൻ ദ്വീപിലാണ്. ബാരൻ ദ്വീപ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻഡമാൻ നിക്കോബാറിൽ. ആൻഡമാൻ നിക്കോബാറിന്റെ ഭാഗമാണ് ബാരൻ ദ്വീപ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിന്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ. പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേര് ശ്രീ വിജയപുരം എന്നതാണ്. ഇനി ഒരു 10 ക്വസ്റ്റ്യൻ നോക്കിയാലോ. 1877 ഇംഗ്ലീഷുകാരനായ ജോൺ മൺറോയും പൂഞ്ഞാർ രാജാവായ കേരളവർമ്മയും തമ്മിലുണ്ടായ കരാറിന്റെ ഫലമായി സ്ഥാപിതമായ കമ്പനി ഏത്? കണ്ണൻ ദേവനാണ്. കണ്ണൻ ദേവൻ. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജന്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ. കേസരി എന്ന പേരിൽ അറിയപ്പെട്ട പത്രപ്രവർത്തകൻ ആരാണ്? ബാലകൃഷ്ണ പിള്ളയാണ്. ബാലകൃഷ്ണ പിള്ള. സ്വദേശാഭിമാനി എന്ന പത്രത്തിന്റെ സ്ഥാപകനാര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചതാരാണ്? ശ്രീനാരായണ ഗുരു. വർഷം 1913. 1913. മേൽമുണ്ട് സമരം എന്നറിയപ്പെടുന്നത് ചാന്നാർ ലഹളയാണ്. ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാര്? വൈകുണ്ഠ സ്വാമികൾ. ശ്രീ കുമാരഗുരുദേവന്റെ യഥാർത്ഥ പേരെന്താണ്? പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ യോഹന്നാൻ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം ഏത്? പയ്യന്നൂരാണ്. പയ്യന്നൂർ. ഇനി കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പൻ. കെ കേളപ്പൻ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് റിവൈസ് ചെയ്താലോ. 1877 ഇംഗ്ലീഷുകാരനായ ജോൺ മൺറോയും പൂഞ്ഞാർ രാജാവായ കേരളവർമ്മയും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ ഫലമായി സ്ഥാപിതമായ കമ്പനി ഏതാണ്? കണ്ണൻ ദേവൻ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം ഏതാ? പയ്യന്നൂർ. ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചതാരാണ്? ശ്രീനാരായണ ഗുരു. വർഷം 1913. മേൽമുണ്ട് സമരം എന്നറിയപ്പെടുന്നത് ചാന്നാർ ലഹള. ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികൾ. ശ്രീ കുമാരഗുരുദേവന്റെ യഥാർത്ഥ പേരെന്താണ്? പൊയ്കയിൽ യോഹന്നാൻ. ഇനി കേസരി എന്നറിയപ്പെട്ട പത്രപ്രവർത്തകനാര്? ബാലകൃഷ്ണ പിള്ളയാണ്. സ്വദേശാഭിമാനി എന്ന പത്രത്തിന്റെ സ്ഥാപകനാര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജന്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാര്? വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ ഏത്? ഉത്തരായന രേഖയാണ്. ഉത്തരായന രേഖയാണ് വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ. ഉത്തരായന രേഖ 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശമാണ് ഉത്തരായന രേഖ. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 8. ഏതൊക്കെയാണ്? എപ്പോഴും ഞാൻ കോഡ് പറയാറുള്ളതാ. MGRും MTയും ചേർന്ന് JCB വാങ്ങി. MGR M മധ്യപ്രദേശ്, G ഗുജറാത്ത്, R രാജസ്ഥാൻ, MT മിസോറാം ത്രിപുര, JCB J ജാർഖണ്ഡ്, C ഛത്തീസ്ഗഡ്, B വെസ്റ്റ് ബംഗാൾ. ഓക്കെ, ഇനി ഭൂമധ്യരേഖ. ഭൂമിയെ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും സദേൺ ഹെമിസ്ഫിയർ എന്നും രണ്ടായി വേർതിരിക്കുന്ന രേഖയാണ് ഏത്? ഭൂമധ്യ രേഖ.
23.5 ഡിഗ്രി തെക്ക് അക്ഷാംശം ഏതു പേരിൽ അറിയപ്പെടുന്നു? ദക്ഷിണായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. 0 ഡിഗ്രി രേഖാംശ രേഖയെ വിളിക്കുന്ന പേര് ഗ്രീനിച്ച് രേഖ. 0 ഡിഗ്രി രേഖാംശ രേഖയാണ് ഏത്? ഗ്രീനിച്ച് രേഖ. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്ത് എവിടെയുമുള്ള സമയം നിർണയിക്കപ്പെടുന്നതിനാൽ ഈ രേഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രൈം മെറിഡിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്രൈം മെറിഡിയൻ. ഭൂമധ്യരേഖയുടെ കോണീയ അളവ് എത്രയാണ്? 0 ഡിഗ്രിയാണ്. 0 ഡിഗ്രി. ഓക്കെ, ഇനി കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രധാനപ്പെട്ട യാത്രകൾ അല്ലെങ്കിൽ ജാഥകൾ അത് നടത്തിയ വ്യക്തികൾ. സവർണ ജാഥ വൈക്കം മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ. ഏതിനോടനുബന്ധിച്ചാണ് സവർണ ജാഥ നയിച്ചത്? വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച്. വില്ലുവണ്ടി യാത്ര നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ് വില്ലുവണ്ടി യാത്ര നടത്തിയത്. സാമൂഹിക പരിഷ്കരണ ജാഥ നടത്തിയത് ആരാണ്? VT ഭട്ടതിരിപ്പാട്. വർഷം ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1968. പട്ടിണി ജാഥ നയിച്ചത് ആരാണ്? AK ഗോപാലനാണ്. AK ഗോപാലൻ. യാചനായാത്ര നടത്തിയത് ആരാണ്? VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാടാണ് യാചനായാത്ര നടത്തിയത്. രാജധാനി മാർച്ച് നടത്തിയത് ആരാണ്? അക്കാമ ചെറിയാനാണ്. തമ്പാനൂർ മുതൽ കവടിയാറ് വരെ. ജീവശിഖ ജാഥ നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ. മലബാർ ജാഥ നയിച്ചത് ആരാണ്? AK ഗോപാലനാണ്. AK ഗോപാലൻ. പാലക്കാട് സബർമതി പദയാത്ര നടത്തിയത് ആരാണ്? ആനന്ദ തീർത്ഥനാണ്. പാലക്കാട് സബർമതി പദയാത്ര നടത്തിയത് ആരാണ്? ആനന്ദ തീർത്ഥനാണ്. ഇനി ഹോർത്തൂസ് മലബാറിക്കസ് ആരുടെ നേതൃത്വത്തിലാണ് രചന നടത്തിയത്? ഹെൻറിക് വാൻ റീഡ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ആരുടെ നേതൃത്വത്തിലാണ് രചന നടത്തിയത്? ഹെൻറിക് വാൻ റീഡ് ആണ്. ഹെൻറിക് വാൻ റീഡ്. കേരളത്തിലെ ഏത് ക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടന്നത്? ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് എന്ത് നടന്നത്? ജനഹിത പരിശോധന നടന്നത്. ജനഹിത പരിശോധന നടന്നത്. ഏത് കലാപത്തിന്റെ കാലത്താണ് വാഗൻ ട്രാജഡി ഉണ്ടാകുന്നത്? മലബാർ കലാപം. മലബാർ കലാപത്തിന്റെ കാലത്താണ് ഏതുണ്ടാകുന്നത്? വാഗൻ ട്രാജഡി. വാഗൻ ട്രാജഡി. ഇനി ജനങ്ങളുടെ അധ്യാത്മ വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ഗാന്ധിജി ഇപ്രകാരം വിശേഷിപ്പിച്ചത്. ജനങ്ങളുടെ അധ്യാത്മ വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണെന്ന് ഓർക്കുക. കേരള നവോത്ഥാനത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത്. അദ്വൈത ദർശനം എന്ന കൃതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ശ്രീ ശങ്കരാചാര്യർ. ശ്രീ ശങ്കരാചാര്യരാണ് അദ്വൈത ദർശനം എന്ന കൃതിയുടെ ഉപജ്ഞാതാവ്. ഇനി ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം അരുവിപ്പുറം. അരുവിപ്പുറത്താണ് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത്. ഇനി പ്രധാനപ്പെട്ട ഒരു ചോദ്യം, മലബാറിലെ വിദ്യാഭ്യാസ വ്യാവസായിക പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷണറി സംഘടന ഏതാണ്? BEM ആണ് മലബാറിലെ വിദ്യാഭ്യാസ വ്യാവസായിക പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷണറി സംഘടന എന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാം പ്രധാനപ്പെട്ട ഫാക്ട്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് മാർക്ക് ഉറപ്പിക്കാവുന്ന ചോദ്യങ്ങൾ മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.